അസ്സലാമു അലൈക്കും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓൾറെഡി നമ്മൾ കോറിലേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. അപ്പോൾ അതേപോലെ തന്നെ രണ്ടോ അതിലധികമോ വേരിയബിൾസിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ തന്നെയാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ. ബട്ട് കുറച്ചും കൂടി ഡിഫറൻസ്, ഒരു അഡ്വാൻസ് ടൂളായിട്ടാണ് നമ്മൾ റിഗ്രഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് വേരിയബിൾ? ഒന്ന് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, രണ്ടാമത്തത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് കോറിലേഷനും റിഗ്രഷനും. റിഗ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രെഡിക്റ്റും കൂടി ചെയ്യും. മറ്റേത് റിലേഷൻഷിപ്പ് നോക്കുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ റിലേഷൻഷിപ്പിൻ്റെ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രെഡിക്റ്റ് ചെയ്യാനും വേണ്ടി കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ടൂൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് റിഗ്രഷൻ. റിഗ്രഷൻ ഈസ് എ മെഷർ ഓഫ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ. രണ്ടോ അതിലധികമോ വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുക. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ two or more variable. Regression analysis measure the nature and extent of relationship between two or more variable. Thus, it enable us to make prediction. ഇതാണ് ശരിക്കും റിഗ്രഷനും കോറിലേഷനും തമ്മിലുള്ള വ്യത്യാസം. അതായത് റിഗ്രഷൻ അനാലിസിസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എന്ത് റിലേഷൻഷിപ്പാണെന്ന് നോക്കുന്നുണ്ട്. ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ ആ റിലേഷൻഷിപ്പ് നോക്കിയിട്ട് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൂടി പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൈസും അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുക. അത് നോക്കിയതിന് ശേഷം നെക്സ്റ്റ് ഇയറിൽ എന്താണ് ഉണ്ടാവുകയെന്നും കൂടി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനും കൂടി ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പോയിൻ്റേ പറഞ്ഞിട്ടുള്ളൂ. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. എന്നാൽ റിഗ്രഷൻ അനാലിസിസ് മെഷർ ദ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ്. നേച്ചർ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് നോക്കിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും കൂടി റിഗ്രഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻ നോക്കുക. റിഗ്രഷൻ എവിടെയൊക്കെ ഉപയോഗിക്കുക, എന്തിനൊക്കെ ഉപയോഗിക്കാൻ നോക്കുക. ഒന്ന് ഡിഗ്രി ആൻഡ് നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതേപോലെ പ്രെഡിക്ഷൻ ഉപയോഗിക്കാറുണ്ട്. എക്കണോമിക്സിലും ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിലും ബിസിനസ് റിസർച്ചിലൊക്കെ നമ്മൾ ഈ അധികം ടൂളായിട്ട് ഉപയോഗിക്കുക റിഗ്രഷനാണ്. അപ്പം ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ആൻഡ് നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് എസ്റ്റിമേഷൻ സഹായിക്കുന്നുണ്ട്, പ്രെഡിക്ഷന് സഹായിക്കുന്നുണ്ട്, എക്കണോമിക് ആൻഡ് ബിസിനസ് റിസർച്ചിലൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷനാണ്. ഇത് കുറച്ചും കൂടിയൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു രണ്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്, രണ്ടും ഉപയോഗിക്കുന്നത് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനാണ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ടൂളാണ് റിഗ്രഷൻ. ഇനി കോറിലേഷനിലാണെന്നുണ്ടെങ്കിൽ വെറുതെ റിലേഷൻഷിപ്പ് പറയുള്ളൂ. എന്നാൽ റിഗ്രഷനിൽ റിലേഷൻഷിപ്പ് പറയുന്നതോടുകൂടി അതിനെന്ത് ചെയ്യുന്നുണ്ട്, പ്രെഡിക്റ്റ് ചെയ്യാനും വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ഫസ്റ്റ് പ്രെഡിക്ഷനാണ്. കോറിലേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡസ് നോട്ട് ഹെൽപ്സ് ടു മേക്കിംഗ് പ്രെഡിക്ഷൻ. പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കോറിലേഷനിലില്ല. രണ്ട് വേരിയബിൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് മാത്രമേ പറയുള്ളൂ. ഫ്യൂച്ചറിൽ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നെന്ന് പറയാനുള്ള റൈറ്റ് ഒന്നും എന്തിലില്ല, കോറിലേഷനിലില്ല. ഡസ് നോട്ട് ഹെൽപ്സ് ടു മേക്ക് പ്രഡിക്ഷന് വേണ്ടിയിട്ട് കോറിലേഷൻ സഹായിക്കുന്നില്ല. എന്നാൽ റിഗ്രഷൻ എനേബിൾ അസ് ടു മേക്ക് പ്രഡിക്ഷൻ യൂസിങ് റിസർച്ച് ലൈൻ. നമുക്ക് റിഗ്രഷൻ്റെ ടൂൾസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാം, ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് എന്തിലുണ്ട്, പ്രെഡിക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് റിഗ്രഷനുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പ്രെഡിക്ഷനാണ്. കോറിലേഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, റിഗ്രഷനിൽ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തത് സിമെട്രിക് ആണ്. കോറിലേഷൻ കോഫിഷ്യൻ്റ് ആർ സിമെട്രിക്, ദാറ്റ് ഈസ് RXY = RYX ആണ്. റിഗ്രഷൻ കോഫിഷ്യൻ്റ് ഈസ് നോട്ട് സിമെട്രിക്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് എന്താണ്, ഈക്വൽ ആണെന്നുള്ളതാണ്. അതായത് RXY എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾ തമ്മിലും തിരിച്ച് RYX പറഞ്ഞാലും സെയിം ആണ്, പക്ഷേ റിഗ്രഷൻ അത് സെയിം അല്ല. അടുത്ത ഒറിജിൻ ആൻഡ് സ്കെയിലാണ്. കോറിലേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഒറിജിൻ ആൻഡ് സ്കെയിൽ. റിഗ്രഷൻ കോഫിഷ്യൻ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഒറിജിൻ ബട്ട് നോട്ട് ദ സ്കെയിൽ. ഈ ഡിഫറൻസ് ഒന്ന് നോക്കി വെക്കുക. ഇനി ടൈപ്സ് ഓഫ് റിഗ്രഷൻ അനാലിസിസ് ആണ്. നമ്മൾ കോറിലേഷൻ പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് ടൈപ്സ് വരുന്നത്. ഒന്ന് സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ, രണ്ടാമത്തത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ, പാർഷ്യൽ ആൻഡ് ടോട്ടൽ റിഗ്രഷൻ. നോക്ക്, സിമ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിളിനെ കുറിച്ച് മാത്രം അനാലിസിസ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയാം.
മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ 2 വേരിയബിളിന് കൂടുതൽ, 2-ലധികം വേരിയബിളിനെ കുറിച്ചിട്ട് അനാലിസിസും ഒക്കെ നടത്തുകയാണെങ്കിൽ മൾട്ടിപ്പിൾ റിഗ്രഷൻ. രണ്ടാമത്തത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷനാണ്. ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ ആയിരിക്കും വേരിയബിൾ ചേഞ്ച് ചെയ്യുക. അതായത് 10% പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 10% തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുക. അതിനാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുക. നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇനി അടുത്തത് പാർഷ്യലും ഉണ്ട്, ടോട്ടലും ഉണ്ട്. പാർഷ്യൽ എന്ന് പറഞ്ഞാൽ 2-ലധികം വേരിയബിളിനെ കുറിച്ച് പഠിക്കും. ചിലത് മാത്രം, ചില വേരിയബിൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ പാർഷ്യൽ റിഗ്രഷൻ എന്ന് പറയും. ടോട്ടൽ റിഗ്രഷൻ ആണെന്നുണ്ടെങ്കിൽ മുഴുവൻ വേരിയബിളിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ടൈപ്സ് ഓഫ് റിഗ്രഷൻ അനാലിസിസ് നോക്കുക. ഇത് കൊറിലേഷൻ്റെ ടൈപ്പ് സെയിം തന്നെയാണ്. ടൈപ്സ് ഓഫ് റിഗ്രഷൻ അനാലിസിൽ ഒന്ന് സിമ്പിൾ റിഗ്രഷനാണ്, മൾട്ടിപ്പിളും. സിമ്പിൾ എന്ന് പറഞ്ഞാൽ 2 വേരിയബിളിനെ കുറിച്ച് മാത്രം പഠിക്കുക. 2-ലധികം ആണെങ്കിൽ മൾട്ടിപ്പിൾ. ലീനിയർ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ലീനിയർ. നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ ചെറിയ ചേഞ്ച് ഉണ്ട്. ദെൻ പാർഷ്യൽ ആൻഡ് ടോട്ടൽ റിഗ്രഷൻ. ഇനി സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്താണെന്ന്. റിഗ്രഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 3 ടൂൾസാണ്. റിഗ്രഷൻ ലൈൻസ് ഉണ്ട്. റിഗ്രഷൻ ലൈന് വരച്ചിട്ട് നമ്മൾ റിഗ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ റിഗ്രഷൻ ഇക്വേഷനാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ റിഗ്രഷൻ കോഫിഷ്യൻ്റ് ആണ്. ഇത് മാത്രമേ എന്തേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ ഉണ്ടെന്നാണ്, ഇത്രേ നമുക്ക് പഠിക്കാനുള്ളൂ. റിഗ്രഷൻ ലൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. റിഗ്രഷൻ ലൈൻ ഷോസ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾ. 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുന്നതിനെയാണ് റിഗ്രഷൻ ലൈൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. റിഗ്രഷൻ ലൈൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഷോസ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾ. 2-2-ലധികമോ വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കാണിക്കുന്ന ലൈൻസിനാണ് ശരിക്കും റിഗ്രഷൻ ലൈൻ എന്ന് പറയുക. ഇതിന് നമ്മൾ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്നാണ് പറയുക. ഈ 2 വേരിയബിൾ എക്സ് ആൻഡ് വൈ ആർ ഗിവൺ, ദർ ആർ 2 റിഗ്രഷൻ ലൈൻ. നമുക്ക് 2 വേരിയബിൾ തരികയാണ്, ഒന്ന് എക്സും ഒന്ന് വൈയും. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്തായിക്കോട്ടെ, 2 വേരിയബിൾ തരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് റിഗ്രഷൻ ലൈൻസ് വരിക? ഒന്ന് എക്സ് ഓൺ വൈയും രണ്ടാമത്തത് വൈ ഓൺ എക്സും ആണ്. ക്ലിയർ? എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞാൽ എക്സിനെ വെച്ചിട്ട് വൈനെ പ്രെഡിക്റ്റ് ചെയ്യുക. വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ വൈനെ വെച്ചിട്ട് വൈ നമുക്കറിയാം, അത് വെച്ചിട്ട് എക്സിനെ പ്രെഡിക്റ്റ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ റിഗ്രഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ബെസ്റ്റ് ഫിറ്റ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. ഇനി 2 വേരിയബിൾ ഉണ്ട്, എക്സും വൈയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലൈനാണ് ഉണ്ടാവുക. ഒന്ന് എക്സ് ഓൺ വൈയും രണ്ടാമത്തത് വൈ ഓൺ എക്സും. അപ്പോൾ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും അങ്ങനെ എന്ത് വേരിയബിൾ ആയിക്കോട്ടെ, അങ്ങനെ 2 വേരിയബിളിനെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ 2 റിഗ്രഷൻ ലൈനാണ് നമുക്ക് ഉണ്ടാവുക. ഒന്ന് എക്സ് ഓൺ വൈയും രണ്ടാമത്തത് വൈ ഓൺ എക്സും. ഇനി നേച്ചർ ഓഫ് റിഗ്രഷൻ ലൈൻസ് നോക്കുക. ഇഫ് ആർ ഈസ് +1 പ്ലസ് ഓർ ഈക്വൽ ടു 1, അപ്പോൾ നമുക്ക് 2 റിഗ്രഷൻ ലൈൻസ് ആർ കോ ഇൻസിഡൻ്റ് ആണെന്നാണ് മനസ്സിലാക്കുക. If r is equal to 0, then the 2 regression lines intersect each other at 90 degree. അത് നമുക്ക് വേണ്ട ആവശ്യമില്ല. ദെൻ അടുത്തത് റിഗ്രഷൻ ഇക്വേഷൻ ആണ്. റിഗ്രഷൻ ഇക്വേഷൻ നോക്കുക. ഇതും നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വരാൻ ചാൻസ് ഇല്ല. y - y bar is equal to 2 റിഗ്രഷൻ ഇക്വേഷൻ ആണുള്ളത്. ഒന്ന് y is equal to a plus bx-ഉം എക്സ് ഓൺ വൈയിൽ x is equal to a plus by-യും. ഇനി റിഗ്രഷൻ കോഫിഷ്യൻ, ആ 2 ഇക്വേഷൻ മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഏതൊക്കെയാണ് നോക്കുക. ഒന്ന് ഇത് y is equal to a plus bx, രണ്ടാമത്തത് x is equal to a plus by. ഇങ്ങനെ 2 ഇക്വേഷൻ ഉണ്ട്. എന്നിട്ട് അതെങ്ങനെ ഡിറൈവ് ചെയ്തെന്നുള്ള ഇക്വേഷൻ ഒന്ന് നോക്കുക. സോറി, ദെൻ റിഗ്രഷൻ കോഫിഷ്യൻ്റ് ആണ്. റിഗ്രഷൻ കോഫിഷ്യൻ്റ് മെഷർ ദ ആവറേജ് ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് 1 വേരിയബിൾ ഫോർ ചേഞ്ച് ഇൻ അനദർ വേരിയബിൾ. ഇറ്റ് റെപ്രസെൻറ്റ് ദ സ്ലോപ്പ് ഓഫ് റിഗ്രഷൻ ലൈൻ. അത് നേരത്തെ പറഞ്ഞ പോലെ 2 റിഗ്രഷൻ കോഫിഷ്യൻ്റ് ആണുള്ളത്. ഇതും നിങ്ങൾ ജസ്റ്റ് ആ ഇക്വേഷൻ തന്നെ ഒന്ന് വായിച്ചു നോക്കുക. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഫിഷ്യൻ്റ്. കോഫിഷ്യൻ്റ് ഓഫ് റിഗ്രഷൻ ഇസ് എ ജിയോമെട്രിക് മീൻ ഓഫ് റിഗ്രഷൻ കോഫിഷ്യൻ്റ്. ബോത്ത് റിഗ്രഷൻ കോഫിഷ്യൻ്റ് മസ്റ്റ് ഹാവ് സൈൻ ഉണ്ടായിരിക്കണം. ആർ എന്ന് പറഞ്ഞ സൈൻ ഉണ്ടാവും. സെയിം സൈൻ ആയിരിക്കും 2ലും ഉണ്ടാവുക. കനോട്ട് ഗ്രേറ്റർ ദാൻ യൂണിറ്റ്. ഒന്നിനേക്കാളും വലുതാവാൻ പാടില്ല. എറിത്തമാറ്റിക് മീൻ ഓഫ് 2 റിഗ്രഷൻ കോഫിഷ്യൻ്റ് ഇസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ദ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. റിഗ്രഷൻ കോഫിഷ്യൻ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഒറിജിൻ ബട്ട് നോട്ട് ദ സ്കെയിൽ. ഒക്കെ അഡ്വാൻസ് ലെവലാണ് നിങ്ങൾക്ക് വരുന്നതല്ല. അതൊക്കെ എക്സാമ്പിൾ ലാസ്റ്റ്.
സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. റിഗ്രഷനിൽ നമുക്ക് ആകെ മനസ്സിലാക്കാനുള്ള ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രോബ്ലം വരാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും കോറിലേഷൻ ഉപയോഗിക്കാം. അത് ശരിക്കും ഡെവലപ്പ് ചെയ്ത കാൾ പിയേഴ്സൺ ആണ്, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടൂളാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷർ ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. ഇറ്റ് മെഷർ ദ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് വേരിയബിൾ. അങ്ങനെ വേരിയബിൾ നോക്കിയിട്ട് നമുക്ക് വരിക എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കൂടി ഉണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് അറിയാൻ പറ്റും, എസ്റ്റിമേഷൻ അറിയാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എക്കണോമിക് ആൻഡ് ബിസിനസ് റിസർച്ചിലാണ് ഇത് അധികം ഉപയോഗിക്കാറുള്ളത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആണ്. ഒന്ന് ഡിഗ്രി ആൻഡ് നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. നോക്കുക, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിൽ കോറിലേഷൻ ആണെങ്കിൽ കോസും ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, ഓക്കെ, റിഗ്രഷനിലുണ്ട്. പക്ഷേ കോറിലേഷനിൽ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്നില്ല. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് റിഗ്രഷനാണ്, കോറിലേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ടൈപ്സ് ഓഫ് റിഗ്രഷൻ അനാലിസിസ് ആണ് സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ, പാർഷ്യൽ ആൻഡ് ടോട്ടൽ. ഓക്കെ, അപ്പോൾ സിമ്പിൾ എന്ന് പറഞ്ഞാൽ 2 വേരിയബിളിനെ കുറിച്ച് മാത്രം പഠിക്കുക, മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലും. ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ ആണെങ്കിൽ ലീനിയർ, അതിൽ മേലെ ആണെങ്കിൽ നോൺ ലീനിയർ. പാർഷ്യൽ എന്ന് പറഞ്ഞാൽ 2 വേരിയബിളിനെ കൂടുതൽ പഠിക്കുക, ഒന്ന് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. ടോട്ടൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുക. ഇനി സിമ്പിൾ ലീനിയർ റിഗ്രഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 3 ടൂളാണ് ഉപയോഗിക്കുക. ഒന്ന് റിഗ്രഷൻ ലൈനാണ്, റിഗ്രഷൻ ഇക്വേഷനാണ്, റിഗ്രഷൻ കോഫിഷ്യൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ അതിനെ ആ ഒരു ഇക്വേഷൻസ് പാർട്ടും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ദാറ്റ്സ് ഓൾ.